ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതിന് ആധാരമായി നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. രാജാവിനോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരിവുള്ളതുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിലും എന്റെ പിതാക്കന്മാരുടെ കടകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്നയക്കണമെന്ന് രാജാവ്. ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വേദഭാഗമാണ്. പലകുറി നമ്മൾ കേൾക്കുകയും പലകുറി നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വാക്യങ്ങളാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടത്. വലിയ ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ നമുക്ക് അറിയാം. വലിയ നമുക്കറിയാം, ബാബേൽ പ്രവാസ കാലത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ വായിച്ച ഈ വാക്യത്തിന് ആധാരമായ കാര്യങ്ങൾ ഉണ്ടായതും ബാബേൽ പ്രവാസ കാലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാബേൽ പ്രവാസത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ തൊട്ട് മുമ്പിലത്തെ സങ്കീർത്തനം ബാബേൽ പ്രവാസ കാലത്ത് എഴുതിയ സങ്കീർത്തനമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 137-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ പ്രവാസ കാലത്തെക്കുറിച്ചും അവിടുത്തെ കഷ്ടതകളെക്കുറിച്ചും അവിടുത്തെ പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമ്മൾ 137-ാം സങ്കീർത്തനം. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന് തൊട്ടുമുമ്പുള്ള സങ്കീർത്തനം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് ചോദിച്ചാൽ, ബാബേൽ പ്രവാസ കാലത്ത് നെഹമ്യാവ് ദൈവം അല്ലെങ്കിൽ രാജാവിനോട് ഉണർത്തിച്ച ഒരു കാര്യമാണ് ഇന്ന് പോൽക്കാലം നമ്മൾ ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ. ബാബേൽ പ്രവാസ കാലത്തിന് ശേഷം അല്ലെങ്കിൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് ദൈവജനം മടങ്ങി വരുന്നത് 3 ഘട്ടമായിട്ടാണ് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നത്, മടങ്ങി അവരുടെ ദേശത്തേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ. അതിലൊന്ന് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ 1-ാമത്തെ ഗ്രൂപ്പ് വന്നു. അതിനുശേഷം എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ 2-ാമത്തെ ഗ്രൂപ്പ് വരികയും 3-ാമതായിട്ട് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വരുവാനായിട്ടും ഇടയായി തീർന്നു. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഈ പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തരും. ഈ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ നിന്നുള്ളത് ചില ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യെസ്ബരേഷ് എന്നാണ്. ഷെസ്ബസറിന്റെ നേതൃത്വത്തിൽ നിന്ന് ചിലയിടത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. വാസ്തവത്തിൽ അത് സെരുബാബേലിന്റെ ബാബിലോണിയ പേരാണ് ആ പേര്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ബാബേൽ പ്രവാസത്തിന് ശേഷം ദൈവജനം എന്ത് ചെയ്യുന്നത്, മടങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായത് അല്ലേ. അപ്പൊ നമുക്ക് അറിയാം, ഒന്നാമതായിട്ട് ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള 2 കാര്യങ്ങൾ 2 ഭാഗമായിട്ടാണ്. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലേ, യെരുശലേമിന്റെ മതിലിന്റെ പുനർനിർമ്മാണത്തെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലേ. 1 മുതൽ 7 വരെയുള്ള അധ്യായം. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ 8 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവജനത്തിന്റെ യഥാസ്ഥാനത്തെ കുറിച്ചും അവിടെ പരാമർശിക്കുന്ന അതിനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന കാര്യങ്ങളും ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ അല്ലേ, നെഹമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട രീതിയാണ് ഞാൻ ഇതുപോലെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് അല്ലേ. ബാബേൽ പ്രവാസത്തില് 1-ാം ഘട്ടത്തിൽ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന് അവരെന്ത് ചെയ്തു, ആലയം പണിയുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ. അപ്പൊ മടങ്ങി വന്നിട്ട് ഏകദേശം ഒരു 100 വർഷത്തോളമായി ദേവാലയത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇരുന്നു എങ്കിലും അല്ലേ, പട്ടണത്തിന്റെ പണി എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, മതിലിന്റെ പണി അവർ ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ. തന്മുഖാന്തരമായിട്ട് സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അല്ലേ, ഈ പട്ടണത്തിൽ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, കൊള്ളയിടാം, എപ്പോൾ വേണമെങ്കിലും കൊള്ളയടിക്കാം, എപ്പോൾ വേണമെങ്കിലും ശത്രുക്കളാൽ ആക്രമിക്കപ്പെടാം. അങ്ങനെയുള്ള ഒരു വല്ലാത്ത നിലകളിലായിരുന്നു ഈ പട്ടണം ഉണ്ടായിരുന്നത്.
യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം ഉണ്ടായിരുന്നത് ആ നിലകളിലായിരുന്നു. അല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഈ പട്ടണത്തിൽ താമസിക്കുവാൻ ജനം എന്ത് ചെയ്തു? ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ജനം ഭയപ്പെട്ട് ചുറ്റുവട്ടത്തുള്ള മറ്റു പട്ടണങ്ങളിൽ എന്ത് ചെയ്തു? പോയി പാർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മറ്റു പട്ടണങ്ങളിൽ പോയി പാർത്തപ്പോൾ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ അവർ മറ്റ് ജാതികളുടെ കൂടെ എന്ത് ചെയ്തു? ഇടകലർവാനായിട്ട് ഇടയായിത്തീർന്നു. മറ്റ് ജാതികളുടെ കൂടെ ഇടകലർന്ന് ഇവരെ ജീവിക്കുവാൻ ഇടയായിത്തീർന്നു. തന്മുഖാന്തരമായിട്ട് യഹൂദന് ഉള്ള അവന്റെ ആരാധനാ രീതികളും അവന്റെ ഭാഷാ രീതികളും അല്ലെങ്കിൽ യഹൂദന് മാത്രമായിട്ടുണ്ടായിരുന്ന ചില സ്വഭാവ സവിശേഷതകളും ഒക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. മാത്രമല്ല അതിവിശുദ്ധമായി അവർ അർപ്പിക്കേണ്ടുന്ന യാഗങ്ങൾ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ടുന്ന നിലയിൽ അവർക്ക് അർപ്പിക്കുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ ഈ വാർത്തയാണ് വാസ്തവത്തില് നെഹമ്യാവിന്റെ സഹോദരൻ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നെഹമ്യാവിന്റെ സഹോദരന് 1-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യെഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു അതിന്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, പശ്ചാത്തലം ഇതാണ്. തന്റെ സഹോദരനും മറ്റ് ഉപദേശങ്ങൾ മറ്റു പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നപ്പോൾ ഈ അവിടെയുള്ള ജനത്തെ കുറിച്ച് ഒരു വിശേഷം താൻ ചോദിച്ചപ്പോൾ താൻ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അല്ലെ? അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്റെ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അവിടെ ആയിരിക്കുന്ന അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? അത് വലിയ വേദനയായി മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്ന് വായിക്കാൻ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലിയ, താൻ ആയിരിക്കുന്നത് വളരെ സുരക്ഷിതമായ മേഖലകളില്ല. അല്ലേലിയ, നെഹമ്യാവായിരിക്കുന്നത് രാജാവിന്റെ സന്നിധിയിൽ രാജാവിന്റെ പ്രിയപ്പെട്ടവനായി, അല്ലേലിയ, ഏറ്റവും നല്ല ഉയർന്ന നിലവാരത്തിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ആര്? നെഹമ്യാ. അല്ലേലിയ, അപ്പോഴും അവന്റെ ചിന്ത എവിടാണെന്ന് ചോദിച്ചാൽ താന് ഈ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അല്ലേലിയ തന്റെ ചിന്ത ദൈവജനത്തെ കുറിച്ച്, അല്ലേലിയ, ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചും അല്ലേലിയ വിശുദ്ധ സ്ഥലത്തെ കുറിച്ചും ദൈവജനത്തെ കുറിച്ചും താൻ എങ്ങനെയുള്ളവനായിരുന്നു? ഭാരമുള്ളവനായിരുന്നു. അല്ലേലിയ, അവന്റെ ചിന്ത അല്ലേലിയ അവരെ കുറിച്ച് വളരെ ഭാരമുള്ളവരും അവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അല്ലേലിയ, ഈ വാർത്ത തന്റെ സഹോദരന്മാർ മുഖാന്തരമായി അറിഞ്ഞ വാർത്ത നിമിത്തം താൻ എന്ത് ചെയ്തു? ഏറ്റവും ദുഃഖിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അല്ലേലിയ, ദുഃഖിച്ചു എന്ന് മാത്രമല്ല അവൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അല്ലേലിയ, അവൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ഉപവസിക്കുവാനായിട്ട് ആരംഭിച്ചു. അല്ലേലിയ, ഇത് വർക്കാനം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലിയ, ദൈവം നമ്മളെ ഒരു നിലയിൽ എത്തിച്ചു. ഞാൻ സന്തോഷത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും ഇരിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി എന്ന് പറഞ്ഞ് ഉള്ളതിൽ സന്തോഷിച്ച് ഉള്ളതിൽ ആനന്ദിച്ച് രമിക്കുന്നവരല്ല ദൈവജനം എന്ന് പറയുന്നത്. അല്ലേലിയ, ദൈവജനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും, അല്ലേലിയ, ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച ഒരു പദമുണ്ട്. അല്ലേലിയ, നാം ഇവിടെ എങ്ങനെയായിരിക്കുന്നത്? പ്രവാസത്തിലാണ് ആയിരിക്കുന്നത്. അല്ലേലിയ, നമ്മുടെ സ്വന്തം വാസം ഇവിടെയല്ല. അല്ലേലിയ, നമ്മുടെ വാസസ്ഥലവും ഇവിടെയല്ല. അല്ലേലിയ, ഇവിടെ നമ്മൾ ആരാണ്? അന്യരും പരദേശികളുമാണ്. അല്ലേലിയ, ഈ അല്ലേലിയ ഇവിടെയുള്ള സകലത്തെയും വിട്ട് അല്ലേലിയ കർത്താവിന്റെ വരവിങ്കിലോ അതല്ല നമ്മുടെ മരണമുഖാന്തരമോ എങ്ങനെയും ഈ ഭൂമി വിട്ട് എന്ത് ചെയ്യേണ്ടവരാ?
ആമീൻ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടുന്നവരാ നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ആമീൻ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ആമീൻ സ്വർഗത്തിലെ ചിന്തകളായിരിക്കണം. ആമീൻ സ്വർഗീയമായ ചിന്തകളായിരിക്കണം. നാം അനുഭവിക്കുന്ന ഈ ആത്മസന്തോഷം, ഹല്ലേലൂയ, നാം അനുഭവിക്കുന്ന ഈ രക്ഷയുടെ സന്തോഷം, നാം അനുഭവിക്കുന്ന സ്വർഗീയ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, ഇത് ലഭിക്കാത്ത അനേകര് നമ്മുടെ നാട്ടിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഹല്ലേലൂയ. അവരെ കുറിച്ചുള്ള എരിവ് ആമീൻ ഓരോ ദൈവ പൈതലിലും ഉണ്ടായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആമീൻ നാം ഹല്ലേലൂയ എനിക്കെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തനാണ്. ഹല്ലേലൂയ. എന്നെ ദൈവം രക്ഷിച്ചു, അത് മതി, ഞാൻ മാത്രം മതി. ഹല്ലേലൂയ. അതല്ല ദൈവിക മനോഭാവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. നെഹമ്യാവ് ഈ സ്വർഗീയമായ അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠകരമായ അവസ്ഥയിലും താൻ ആയിരിക്കുമ്പോഴും ഹല്ലേലൂയ ദൈവജനത്തെ കുറിച്ചും ദേവാലയത്തെ കുറിച്ചും ദൈവിക ആരാധനകളെ കുറിച്ചും ഒക്കെ ആമീൻ തനിക്ക് വളരെ വിചാരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആമീൻ താൻ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ താൻ എന്ത് ചെയ്തു? ഏറ്റവും ദുഃഖിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഇവന്റെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കുന്നത് കണ്ട് ഹല്ലേലൂയ ആമീൻ അതിന്റെ രണ്ടാം വാക്യം പറഞ്ഞു, രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഇവന്റെ മുഖം വാടിയിരിക്കുന്ന ആമീൻ ഇതൊക്കെ കണ്ടതിന് ശേഷം ഹല്ലേലൂയ രാജാവ് അവനോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ രാജാവിനോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് അവനോട് എന്ത് ചെയ്തു? ചോദിച്ചു. ഹല്ലേലൂയ. അടുത്ത ഭാഗം ഹല്ലേലൂയ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. അടുത്ത ഭാഗത്ത് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഉടനെ ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഉടനെ ഞാൻ ആ വാക്യത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ഹല്ലേലൂയ. ആമീൻ. രാജാവ് നേരിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ അപേക്ഷ? എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അവന് വേണമെങ്കിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ആമീൻ രാജാവിനോടൊക്കെ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. എന്നാൽ അവൻ അതിന് മുതിരുന്നതിന് മുമ്പ് ഹല്ലേലൂയ രാജാവും ആമീൻ കർത്താവുമായവനോട് അവൻ ആലോചന ചോദിച്ചിട്ട് ആമീൻ ഈ രാജാവിനോട് എന്ത് ചെയ്യുന്നത്? തന്റെ അപേക്ഷ ആമീൻ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ മുമ്പേ നിന്റെ അപേക്ഷ, മുമ്പേ നിന്റെ രീതികൾ ഹല്ലേലൂയ ദൈവസന്നിധിയിലാണ് എങ്കിൽ ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ വിൽക്കുന്ന വിഷയങ്ങളുടെ മേലെ ആമീൻ ഈ ലോകത്തിലെ ഭരണാധികാരികളായിക്കൊള്ളട്ടെ, ഈ ലോകത്തിലെ മറ്റ് ആമീൻ ആരുമായിക്കൊള്ളട്ടെ ഹല്ലേലൂയ അവര് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കൽപ്പിക്കണമെങ്കിൽ, അവര് നിന്റെ കാര്യത്തിൽ ഒരു ചുവട് വെക്കണമെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പാകെ നിന്റെ വിഷയത്തെ നീ മുമ്പേ എന്ത് ചെയ്യണം? എത്തിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. നീ ദൈവത്തിന് മുമ്പാകെ ഒരു വിഷയം വെച്ചാൽ ഹല്ലേലൂയ അതിനെ മറുതലിക്കുവാൻ ഈ ലോകത്തിലെ ഒരു അധികാരികൾക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണല്ലോ നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു ആമീൻ നെഹമ്യാവ് എന്ത് ചെയ്യുന്നു പറയുന്നത്? സ്വർഗത്തിലെ ദൈവത്തോട് ആമീൻ ഹല്ലേലൂയ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യുന്നത്? ഈ വിഷയം രാജാവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. രാജാവിനോട് ചോദിക്കുക, നിനക്ക് എത്ര സമയം വേണം? ഹല്ലേലൂയ. നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഹല്ലേലൂയ. എന്തൊക്കെയാണ് ഇതിന്റെ ആവശ്യങ്ങൾ? ഹല്ലേലൂയ. കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ആമീൻ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ അവൻ ഒരു ദൗത്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക? ഇറങ്ങിത്തിരിക്കുക. ഹല്ലേലൂയ. ഒരു ദൗത്യത്തിന് വേണ്ടി. എന്താ വിഷയം? ഹല്ലേലൂയ ആമീൻ യെരൂശലേമിന്റെ മതിലുകളെ എന്ത് ചെയ്യണം? ആമീൻ പണിയണം. കാരണം എന്താ? ഹല്ലേലൂയ അവിടെ പാർക്കുന്ന ദൈവജനം എങ്ങനെയുള്ളവരല്ല? ആമീൻ സുരക്ഷിതരല്ല. ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ ആമീൻ ദൈവ സന്നിധി വിട്ട് ദൈവഹിതം വിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ തലമുറകൾ പോയി പോകുന്നു. ഹല്ലേലൂയ അതിനെക്കുറിച്ചുള്ള വിചാരം. ഹല്ലേലൂയ ഇതുപോലെ കേൾക്കുന്ന ദൈവജനമേ നെഹമ്യാവ് മതിൽ പണിഞ്ഞു എന്ന് പറയുന്നത് ആമീൻ ഒരു നിസ്സാര കാര്യമല്ല. ഹല്ലേലൂയ അതിന്റെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. കാരണം എന്താ? വരും തലമുറ ഹല്ലേലൂയ അവരുടെ അടുത്ത തലമുറ എന്ത് ചെയ്യുകയാണ്? ജാതികളോട് കൂടി എന്ത് ചെയ്യുന്നത്? അവർ പാർക്കുന്നത്. ഹല്ലേലൂയ മറ്റ് സമ്മിശ്ര ജാതികളോട് പാർത്ത് അവരുടെ സ്വഭാവ രീതികൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ സംസാര രീതികൾ, ഹല്ലേലൂയ അവരുടെ ആചാര
രീതികൾ, അല്ലെങ്കിൽ അവരുടെ ആരാധന രീതികൾ എല്ലാം എന്ത് ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് കണ്ടിട്ടാണ് എന്ത് ചെയ്തത്, അത് അറിഞ്ഞിട്ട് നെഹമ്യാവിന് നെടുമ്പാട് വീഴുവാൻ ഇടയായി തീർന്നത്. അല്ലെങ്കിൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, വേണ്ടുവണ്ണം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ, വേണ്ടുവണ്ണം ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയാതെ വേണം അല്ലെങ്കിൽ സമ്മിശ്രമായ ഇടങ്ങളിൽ അവർ ചെന്ന് പാർക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെയും ദൈവത്തിന്റെ ഒരു കരുതൽ, ദൈവത്തിന്റെ ഒരു കാവൽ, ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണം അവർക്കുണ്ടാകണമെന്ന് എത്ര പേർ ദൈവമാകെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇത് പോൽക്കാരനെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു. ഹല്ലേലൂയ. കേവലം ഒരു മതിൽ പണിയുക എന്നുള്ളതല്ല, ഹല്ലേലൂയ. കേവലം ഹല്ലേലൂയ കുറെ കട്ട കെട്ടി വെക്കുക എന്നുള്ളതല്ല, ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ ഒരു വലിയ അവന്റെ ഒരു നല്ല ഉദ്ദേശമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്താ? ഹല്ലേലൂയ. വെറും തലമുറ ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. വെറും തലമുറ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകരുത്. ഹല്ലേലൂയ. ജാതികമായ ആരാധനകളോ ജാതികമായ രീതികളോ അവരുടെ ഇടയിൽ എന്ത് ചെയ്യരുത്, കടന്നു ചെല്ലരുത്. ഹല്ലേലൂയ. അതായിരുന്നു അവന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. ഇതുപോലെ അവനെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതും അവൻ ഇതിനു വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതും ഇപ്രകാരമുള്ള ഉത്തരവാദിത്തങ്ങളാണ്. ഹല്ലേലൂയ. നെഹമ്യാവ് മതിൽ പണിതു എന്ന് അവൻ പറയുവാൻ ഈസിയാ. ഹല്ലേലൂയ. എന്നാൽ അതിന് പിന്നിലുള്ള ഉദ്ദേശത്തെ നീ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഹല്ലേലൂയ. നിന്റെ തലമുറകൾക്ക് വേണ്ടി, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ, അവരെ ദൈവഭാഗത്ത് നടത്തുവാൻ, ദൈവ വഴി വിട്ടു പോകാതെ വേണം അവരെ ദൈവം സംരക്ഷിക്കേണ്ടതിനായിട്ട് നെടുമ്പാട് വീഴുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആമേൻ. നെഹമ്യാവിനെ അനുഗ്രഹിച്ച ദൈവം, നെഹമ്യാവിനെ ഉപയോഗിച്ച ദൈവം എന്നെയും നിന്നെയും ഉപയോഗിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ആമേൻ വാഗ്ദത്തമാണ്. നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ആ ഒരു തീ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ ഒരു വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നെഹമ്യാവിന്റെ പ്രവർത്തനങ്ങൾ, ഹല്ലേലൂയ, ഒന്ന് ഹല്ലേലൂയ അവന്റെ പ്രത്യേകതയുള്ള പറഞ്ഞ വേഗത്തിൽ നിർത്താം. ഹല്ലേലൂയ. ഒന്ന്, അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ആര് ദൈവസ്ഥലം പ്രാർത്ഥിക്കുന്നുണ്ടോ, ഹല്ലേലൂയ, അവന് വേണ്ടി ദൈവം ചെയ്യും, പ്രവർത്തിക്കുവാനിടയെത്തി. ഹല്ലേലൂയ. അവന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അതല്ല, അത് ഞാൻ മുമ്പേ പറഞ്ഞത്. ഹല്ലേലൂയ. രാജാവ് നേരിട്ട് അവനോട് ചോദിച്ച് എന്താ നിനക്ക് ചെയ്തു തരേണ്ടത് ചോദിച്ചപ്പോഴും ഹല്ലേലൂയ അവൻ ദൈവഹിതത്തിന് എന്ത് ചെയ്തത്, പ്രാധാന്യം കൊടുത്തത്. ഹല്ലേലൂയ. ആദ്യമാണ് എന്ത് ചെയ്യുന്നത്, ദൈവഭാവം പ്രാർത്ഥിച്ചിട്ടാ കാര്യങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ദേശത്തിന് ഏതെങ്കിലും ഒരു അധികാരി ഹല്ലേലൂയ ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മളാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, പറഞ്ഞു വിടും. ഹല്ലേലൂയ. നമുക്കത് വലിയ സന്തോഷം. ഹല്ലേലൂയ. ഏതെങ്കിലും അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരോ ഏതെങ്കിലും ഒക്കെ ആമേൻ സ്ഥാനമാനങ്ങൾ ഉള്ളവരോ ഒക്കെ നമ്മളുടെ വന്ന് ആമേൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കത് വലിയ സന്തോഷം. നമ്മൾ വലിയ സ്വാധീനമുള്ള മനുഷ്യരാണെന്നുള്ള നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നെഹമ്യാവിന്റെ ജീവിതത്തിൽ കാണുന്നത് ഹല്ലേലൂയ ആമേൻ രാജാവ് നേരിട്ട് വന്ന് ചോദിച്ചിട്ടും ഹല്ലേലൂയ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഞാൻ പ്രാരംഭമായി പറഞ്ഞതുപോലെ നീ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നീ അധികാരസ്ഥരോട് പറ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തോട് ദൈവം ഇടപെടും. ദൈവം അവരോട് എന്ത് ചെയ്യും, വൻകാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഒരു ക്വാളിറ്റി. രണ്ട്, ഹല്ലേലൂയ, തന്റെ പ്രത്യേകത ഹല്ലേലൂയ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവൻ പ്രവർത്തിക്കുന്ന മനുഷ്യനായി. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ സ്വയമേ എന്ത് ചെയ്തു, അവൻ വേലക്കിറങ്ങിയെന്ന്. ഹല്ലേലൂയ. അവൻ സ്വയമേ എന്ത് ചെയ്യുകയാണ്, വേലക്കിറങ്ങി. ഹല്ലേലൂയ. വെറുതെ നിന്നിട്ട് ഹല്ലേലൂയ ലീഡറായിട്ട് നിൽക്കുക മാത്രമല്ല, വെറുതെ നിൽക്കുക മാത്രമല്ല, ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു, ധൈര്യത്തോടെ ഇറങ്ങി. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ ഒരു ക്വാളിറ്റി, ഒന്ന് അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, രണ്ട് അവന് ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന മനുഷ്യൻ, രണ്ട്, മൂന്ന് ഹല്ലേലൂയ ജ്ഞാനത്തോടെ എന്ത് ചെയ്യുന്നവനാണെന്ന് അറിയാമോ, കാര്യങ്ങൾ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവന്
ഞാൻ യെരൂശലേമിലെത്തി. അവിടെ എന്ത് ചെയ്തു? 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടി ചില പുരുഷന്മാര് രാത്രി എഴുന്നേറ്റ്. ഹല്ലേലൂയ. അവൻ അവിടെ കാണുന്നത് ചോദിച്ചാൽ അവൻ ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം എന്ത് ചെയ്തു? 3 ദിവസം അവിടെ പാർത്തു. ഹല്ലേലൂയ. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? പഠിച്ചു. ഹല്ലേലൂയ. അവിടുന്ന് ഹല്ലേലൂയ രാത്രി പോയി അവിടെ യെരൂശലേമിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവൻ ഉറ്റുനോക്കി, കാര്യങ്ങളൊക്കെ നോക്കി അവൻ ക്രമമായിട്ട് എന്ത് ചെയ്തു? പഠിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. എന്നെ ദൈവം അയച്ചതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല അവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അവൻ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി എന്ത് ചെയ്തു? കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ നമ്മൾ പലരും ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് ഈ ആവേശം കയറുമ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരമൊക്കെ നമ്മൾ കാണിക്കും. ഹല്ലേലൂയ. അവൻ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവിടെ കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഓടിപ്പോയി നമ്മൾ എന്ത് ചെയ്യും? തലയിൽ കൈവച്ച് ആമേൻ എനിക്ക് അധികാരം അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയല്ല, ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കാര്യങ്ങൾ ചെയ്യുവാൻ. ഹല്ലേലൂയ. ജ്ഞാനത്തോടും വിവേകത്തോടും വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. നെഹമ്യാവിന്റെ ഒരു പ്രത്യേകത ഹല്ലേലൂയ അവൻ ജ്ഞാനത്തോടെ കാര്യങ്ങളെ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. 2 അവൻ പ്രവർത്തിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. 3 അവൻ ജ്ഞാനത്തോടെ കാര്യങ്ങളെ ചെയ്യുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ അധികാരസ്ഥനായിരിക്കുമ്പോഴും അധികാരമുള്ളപ്പോഴും രാജാവിന്റെ കൽപ്പന ഉള്ളപ്പോഴും ഹല്ലേലൂയ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഒരു മടിയും അവനുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. കണ്ണുനീരോടുകൂടി അവൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ അവന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അടുത്ത അവന്റെ ക്വാളിറ്റി, അവൻ ധൈര്യശാലി. ഹല്ലേലൂയ. അവനെ ഭയപ്പെടുത്തുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അവനെ ഭയപ്പെടുത്തുന്ന ഹല്ലേലൂയ ആൾക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവന്റെ പണി തടസ്സപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇവന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ അവൻ ശത്രുക്കൾ ഒത്തിരി പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ ഒന്നും തലയിൽ അവൻ എന്ത് ചെയ്തില്ല? ഭയപ്പെട്ടില്ല എന്ന്. ഹല്ലേലൂയ. ആമേൻ. സൻബല്ലത്തും തോബിയാവും ഒക്കെ ആമേൻ നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഭയപ്പെടുത്തുക. സ്നേഹത്തിൽ പറഞ്ഞു, ഭയപ്പെടുത്തി പറഞ്ഞു, ആമേൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ ഒന്നും നടുവിൽ അവൻ എന്തില്ല? ഒരു ഭയമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ദൈവമാണ് തന്നെ അയച്ചതെന്നുള്ള ഉത്തമമായ ബോധ്യം അവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ ദൈവം തന്നിലൂടെ ആ പ്രവൃത്തി ചെയ്യുമെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നത് കൊണ്ട് അവന് യാതൊരു ഭയം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അവൻ എങ്ങനെ പണിതെന്ന് പറയുന്നത്? ഒരു കയ്യിൽ ആയുധം പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, മറുകൈയിൽ പണിയായുധം, ഒരു കയ്യിൽ യുദ്ധത്തിനുള്ള ആയുധം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ എല്ലായ്പ്പോഴും ഒരുക്കം. എന്തിനു വേണ്ടി? യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യുവാൻ, അവൻ പണിയണമെങ്കിൽ പണിയുവാൻ, അവൻ ഒരുക്കത്തോടും അവൻ ധൈര്യത്തോടും കൂടി നിന്നവനായിരുന്നു. ആര്? നെഹമ്യാവ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, അതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അവനൊരു ആരായിരുന്നു? അസാധാരണമായ ധൈര്യശാലിയായിരുന്നു. ഹല്ലേലൂയ. മാത്രമല്ല അവൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുവാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുവാൻ എത്രത്തോളം നമുക്ക് കഴിയുമോ അത്രത്തോളം ദൈവം നമ്മെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ നെഹമ്യാവിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് പറയുവാനായിട്ടുണ്ട് എങ്കിലും ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ നെഹമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തത് ആമേൻ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ ദൈവം അവന് പ്രത്യേക കൃപ ചെയ്തു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം അവൻ നിന്റെ ഉള്ളിൽ ദൈവം ഒരു വെളിപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ ദൈവം ഒരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ അതിനു വേണ്ടി ഇറങ്ങിയാൽ, നീ അതിനു വേണ്ടി ചുവട് വെച്ചാൽ ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാനാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ, നിന്റെ തലമുറകൾ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ, ആമേൻ നിന്റെ ജീവിതത്തിലെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ധൈര്യത്തോടെ നീ ചുവട് വെക്ക്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവന്റെ താല്പര്യം ഹല്ലേലൂയ ഒരിക്കലും ഒരു തലമുറ ആമേൻ ഹല്ലേലൂയ അന്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ അവർ ഒരിക്കലും ദൈവഭയമില്ലാത്തവരായി തീരരുത്. അവർ ദൈവത്തെ ആരാധിക്കുന്നവരായി ആമേൻ സത്യത്തിലും ആത്മാവില് വ്യവസ്ഥയോടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണമെന്നുള്ള ആമേൻ താല്പര്യം അവരുണ്ടായിരുന്നത് കൊണ്ട് അവൻ ധൈര്യത്തോടെ ദൈവാലോചന പ്രകാരം അവൻ ചുവടുകളെ വെച്ചു. അവന്റെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പകൽക്കാലം ആമേൻ നീ ധൈര്യത്തോടെ ഒരു ചുവട് വെക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും.
പ്രവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നെഹമ്യാവിനെ ആമീൻ ഉപയോഗിച്ച കർത്താവ്, നെഹമ്യാവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയ കർത്താവ് ആമീൻ എന്നെയും നിന്നെയും ആമീൻ അവനും ഉപയോഗിക്കുവാനിടയായി തീരും. അവന്റെ പ്രവൃത്തിക്ക് വേണ്ടി, അവന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആമീൻ ഹല്ലേലൂയ. നീ എരിവുള്ളവനാണ് എങ്കിൽ ഹല്ലേലൂയ ദൈവം നിന്നിലൂടെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്